തങ്ങളുടെ കളിസ്ഥലം കവർന്നെടുക്കുന്ന മണൽ മാഫിയയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഉൾപ്പെട്ട അഴീക്കോട് പൂച്ചക്കടവ് പ്രദേശത്ത് മണൽ മാഫിയ കരഭൂമി കുഴിച്ചെടുക്കുകയാണ്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായി തുറമുഖ വകുപ്പ് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ വ്യാപകമായി കൊള്ളയടിക്കുന്നതിനെതിരെ ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലബ് പ്രവർത്തകർ പ്രദേശത്തെ വീടുകളിൽ ഒപ്പുശേഖരണം നടത്തി. നാട്ടുകാരുടെ നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. നിയമാനുസൃതമുള്ള മണൽ വാരലിന് തങ്ങൾ എതിരല്ലെന്നും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ രാത്രിയുടെ മറവിൽ കൊള്ളയടിച്ച് പൂച്ചക്കടവിന്റെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും യുവാക്കൾ പറയുന്നു. ഈ കര ഇവിടെ നിന്ന് കാർന്നു തിന്നിരിക്കുന്നു മണൽ മാഫിയ. കരയിലൂടെ ഇപ്പൊ പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. അന്നത്തെ കാലത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇതിനെതിരെ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മണൽ മാഫിയയുടെ ഗുണ്ടായിസം കാരണവും അവരുടെ ഭീഷണിയും മറ്റു കാര്യങ്ങൾ കാരണം അന്നത്തെ നാട്ടുകാർ ഇതിൽ പിന്തിരിഞ്ഞു പോവുകയും ഇതിന്റെ ഇരുട്ടിന്റെ മറവിൽ ഇവർ കടന്നു വരികയും ഈ മണൽ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി കരയിൽ നിർമ്മിച്ച ഹാർബർ കെട്ടിടം ഇപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. 2015-ൽ 21 ഏക്കറിൽ പൂച്ചക്കടവിൽ വീണ്ടും ഡ്രഡ്ജ് ചെയ്ത സെന്ററിന്റെ പകുതിയിലേറെ ഭാഗവും മണൽ മാഫിയ കൊള്ളയടിച്ചു കഴിഞ്ഞു. ദിനം പ്രതി 30-ലധികം വഞ്ചികളാണ് പൂച്ചക്കടവിൽ മണൽ കൊള്ള നടത്തുന്നത്. അനധികൃത മണൽ വാരൽ മൂലം പൂച്ചക്കടവിലെ നിർദ്ദിഷ്ട ഫിഷ് ലാൻഡിംഗ് സെന്ററും യുവാക്കൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച ഫുട്ബോൾ ടർഫും സ്വപ്നമായി മാറും. ഇപ്പോൾ മണലെടുത്ത് ആദ്യത്തെ 5 ഏക്കർ തീർന്നതുപോലെ ഏകദേശം 21 ഏക്കറിന്റെ പകുതിയോളം, അതായത് 10 ഏക്കർ ഭൂമിയോളം ഈ മണൽ മാഫിയ കാരണത്ത് നിന്നിരിക്കുന്നു. 16 മുതൽ ഈ കാലയളവിൽ വരെ മണൽ മാഫിയ എടുത്ത് തീർന്നിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ അധികാരികളിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായി മണ്ണെടുത്ത് പോകുന്നത് കൃത്യമായി ന്യൂസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്തിരുന്നു. യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓഖിയും പ്രളയവും വന്ന കാലങ്ങളിൽ പൂച്ചക്കടവ് പ്രദേശത്തെ സംരക്ഷിച്ചത് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭൂമിയാണ്. ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ റിസ്വാൻ, സെക്രട്ടറി സമദ്, ട്രഷറർ റോഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇർഫാൻ, ഫഹദ്, മിഷാൽ, നസറുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ.